എല്ലാവർക്കും നമ്മുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏത് ത്രികോണത്തിലും കോണുകൾ വശങ്ങളുടെ അംശബന്ധം നിശ്ചയിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു മട്ടത്രികോണത്തിലെ കോണുകളുടെ സൈൻ, കൊസൈൻ അളവുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. ചിത്രത്തിൽ നോക്കൂ, ഒരു ചെറിയ ത്രികോണം, കോണുകളെല്ലാം തുല്യമായ ഒരു വലിയ ത്രികോണം, അതായത് സദൃശ ത്രികോണങ്ങൾ, സിമിലർ ട്രയാങ്കിൾസ്. തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ ആനുപാതികമായിരിക്കും. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദി സെയിം ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. ചെറിയ ത്രികോണത്തിൽ 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എ, വലിയ ത്രികോണത്തിലോ ദി സൈഡ് ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി ഈസ് പി. 50 ഡിഗ്രിക്ക് എതിരെയുള്ള വശം ബി, വലിയ ത്രികോണത്തിൽ 50 ഡിഗ്രിക്ക് എതിരെയുള്ള വശം ക്യൂ. 100 ഡിഗ്രിക്ക് എതിരെയുള്ളത് ചെറിയ ത്രികോണത്തിൽ സി, വലിയ ത്രികോണത്തിൽ ആർ. എയുടെ എത്ര മടങ്ങാണോ പി എന്ന വശം, അതേ മടങ്ങു തന്നെയാണ് മറ്റു വശങ്ങളും. ദാറ്റ് ഈസ് ദി ലെങ്ത്സ് ഓഫ് ദി പെയർസ് ഓഫ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ചേഞ്ച്ഡ് ഇൻ സെയിം സ്കെയിൽ. ദാറ്റ് ഈസ് A is to B is to C equal to P is to Q is to R. In triangles of the same angles drawn in different sizes, the lengths of the sides are different, but their ratios are the same. In other words, the angles of a triangle determine the ratio of its sides. ഒരേ കോണുകളുള്ള ത്രികോണങ്ങൾ പല വലിപ്പത്തിൽ വരച്ചാൽ വശങ്ങളുടെ നീളം മാറുമെങ്കിലും അവ തമ്മിലുള്ള അംശബന്ധം മാറുന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു ത്രികോണത്തിലെ കോണുകൾ അതിലെ വശങ്ങളുടെ അംശബന്ധം നിശ്ചയിക്കുന്നു. ഇനി ഇവിടെ നോക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ കോണുകൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി അളവിലുള്ള ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ 1:1:√2 എന്ന അംശബന്ധത്തിലാണ് എന്ന് പഠിച്ചു. In a triangle, if the angles are 45 degree, 45 degree and 90 degree, then their sides are in the ratio 1:1:√2. അതേപോലെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയാലോ sides are in the ratio 1:√3:2. ഇനി കോണുകളുടെ അളവുകൾ മാറിയ മട്ടത്രികോണമാണെങ്കിലോ? ചിത്രത്തിലെ മട്ടത്രികോണം എ ബി സി നോക്കൂ. എ, സി എന്നിവ ന്യൂനകോണുകൾ, അക്യൂട്ട് ആംഗിൾസ്. എ ബി, ബി സി എന്നിവ പെർപെൻഡിക്കുലർ സൈഡ്സ്, ലംബവശങ്ങൾ. എ സി കർണം, ഹൈപ്പോട്ടന്യൂസ്. ഇനി ആംഗിൾ എ പരിഗണിക്കൂ. ആംഗിൾ എയുടെ എതിരെയുള്ള വശം ഏതാ? കോൺ എയുടെ എതിരെയുള്ള വശം ബി സി ആണല്ലോ. അതുകൊണ്ട് ബി സിയെ കോൺ എയുടെ എതിർവശം, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നു. ഇനി എ ബിയോ? ആംഗിൾ എയുടെ അടുത്തുള്ള വശമാണ് എ ബി. അതുകൊണ്ട് എ ബിയെ കോൺ എയുടെ സമീപവശം, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. ആംഗിൾ എയുടെ എതിർവശം കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് കാണിക്കുന്ന സംഖ്യയാണ് സൈൻ ഓഫ് എ. ഇതിനെ ചുരുക്കി സൈൻ എ എന്ന് പറയുന്നു. എ എന്ന കോണിന്റെ എതിർവശം കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് പറയുന്ന സംഖ്യയാണ് സൈൻ എ. ദാറ്റ് ഈസ് സൈൻ എ ഈക്വൽ ടു ആംഗിൾ എയുടെ എതിർവശം ബൈ കർണം. ഇവിടെ ഏതാ എതിർവശം? ബി സി. കർണമോ? എ സി. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി. സൈൻ എ ഈക്വൽ ടു opposite side by hypotenuse, that is equal to BC by AC. ആംഗിൾ എയുടെ സമീപവശം, അഡ്ജസൻറ്റ് സൈഡ്, കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് കൊസൈൻ ഓഫ് എ. ഇതിനെ ചുരുക്കി നമ്മൾ കോസ് എ എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ കോസ് എ എന്ന് പറഞ്ഞാൽ എന്താ?
ആംഗിൾ എയുടെ സമീപവശം കർണത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യ. ദാറ്റ് ഈസ് കോസ് എ ഈക്വൽ ടു ആംഗിൾ എയുടെ സമീപവശം ബൈ കർണം. ഇവിടെ ഏതാ സമീപവശം? ആംഗിൾ എയുടെ സമീപവശം ഏതാ? എ ബി. ദാറ്റ് ഈസ് എ ബി ബൈ എ സി. കോസ് എ ഈക്വൽ ടു adjacent side by hypotenuse. That is AB by AC. ഒന്നുകൂടെ പറയാം. സൈൻ എ ഈക്വൽ ടു ആംഗിൾ എയുടെ എതിർവശം ബൈ കർണം. ഇവിടെ എതിർവശം ബി സി ആണ്, കർണം എ സി ആണ്. സൈൻ എ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി. കോസ് എ ഈക്വൽ ടു ആംഗിൾ എയുടെ സമീപവശം ബൈ കർണം. ഇവിടെ സമീപവശം എ ബി ആണ്, കർണം എ സിയും. അപ്പൊ എ ബി ബൈ എ സി. കോസ് എ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ബൈ എ സി. മനസ്സിലായല്ലോ?